ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിറഞ്ഞുനിന്ന മുൻനിര നടിയാണ് ഭാനുപ്രിയ. മലയാളത്തിലും തമിഴിലുമടക്കം ഒട്ടനവധി ചിത്രങ്ങളിലൂടെ ഭാനുപ്രിയ മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിച്ചു. അഭിനേത്രി എന്നതിനൊപ്പം തന്നെ മികച്ച നർത്തകി കൂടിയായ നടി മലയാളികൾക്കും പ്രിയങ്കരിയായിരുന്നു. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അഴകിയ രാവണൻ, മഞ്ഞുപോലൊരു പെൺകുട്ടി തുടങ്ങിയ സിനിമകളിലൂടെയാണ് ഭാനുപ്രിയ മലയാളത്തിൽ സാന്നിധ്യം അറിയിക്കുന്നത്. 33 വർഷം നീണ്ട തൻ്റെ സമ്പന്നമായ കരിയറിൽ 180ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമകൾക്ക് പുറമെ തമിഴിൽ നിരവധി ടെലിവിഷൻ പരമ്പരകളുടെയും ഭാഗമായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളായി അഭിനയത്തിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയാണ്. അടുത്തിടെ തനിക്ക് ഓർമ്മക്കുറവ് സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് വെളിപ്പെടുത്തി താരം രംഗത്തെത്തിയിരുന്നു. ഈയിടെയായി അസുഖമാണ്, ഓർമ്മ കിട്ടുന്നില്ല എന്നതാണ് പ്രശ്നം. പഠിച്ച ചില കാര്യങ്ങൾ മറന്നുപോയി, അതിനാൽ നൃത്തത്തോടുള്ള താല്പര്യം പോയി. ഇപ്പോൾ നൃത്ത പരിശീലനം നടത്തുന്നില്ല. കഴിഞ്ഞ 2 വർഷമായി ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ചില നേരങ്ങളിൽ ചില മനിതർകൾ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ ഡയലോഗുകൾ പോലും മറന്നുനിന്ന സന്ദർഭമുണ്ടായി എന്നാണ് താരം ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞത്. ഓൺ സ്ക്രീൻ ജീവിതം പോലെ തന്നെ നടിയുടെ വ്യക്തി ജീവിതവും ഒരു കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. 1998 വിവാഹം. NRI ബിസിനസ്മാനായ ആദർശ് കൗശലിനെയാണ് വിവാഹം കഴിച്ചത്. ഇരുവരുടേതും പ്രണയ വിവാഹമായിരുന്നു. 2018 ഹൃദയാഘാതത്തെ തുടർന്ന് ആദർശ് മരണപ്പെട്ടത് ആരാധകരിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. ആദർശുമായി പ്രണയത്തിലാകുന്നതിന് മുൻപ് അവർക്ക് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു എന്നത് ഈയടുത്ത ചർച്ചയായിരുന്നു. തമിഴ് സിനിമയിലെ മുന്നണി താരമായിരുന്നു ഭാനുപ്രിയ പ്രണയിച്ച നടൻ എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം നടിമാരുൾപ്പെടെ നിരവധി സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിട്ടുള്ളയാളാണ് ഇതെന്നും അയാളിൽ നിന്ന് ഒരു സംവിധായകൻ ഭാനുപ്രിയയെ രക്ഷിക്കുകയായിരുന്നു എന്നും ഒരു തമിഴ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. നടിമാരുമായുള്ള ബന്ധത്തിന്റെ പേരിലടക്കം നിരവധി വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള നടനും ഭാനുപ്രിയയും ഒരു സിനിമയിൽ ഒന്നിച്ചഭിനയിച്ചിരുന്നു. ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു. ഷൂട്ടിങ്ങിന്റെ ഓരോ ദിവസവും ഇവർക്കിടയിലെ പ്രണയം വളരുകയും ഇരുവരും ഒന്നിച്ച് കറക്കവും മറ്റും ആരംഭിച്ചു. അധികം വൈകാതെ തന്നെ പ്രണയത്തിലാണെന്നത് സെറ്റിൽ ചർച്ചയായി മാറി. ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് സംവിധായകൻ ഭാനുപ്രിയയെ നേരിൽ കണ്ട് ഇക്കാര്യം തിരക്കുകയായിരുന്നു. തനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സംവിധായകനോട് വെളിപ്പെടുത്തി. നടനെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്ന സംവിധായകൻ ഇത് കേട്ട് ഞെട്ടി. എങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് താരത്തെ രക്ഷിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിനായി അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തി. സംവിധായകൻ ഉടനെ ആ നടനെ ഫോൺ ചെയ്തു. അവർ കേൾക്കുന്ന വിധത്തിൽ നടനോട് സ്വാഭാവികമായി സംസാരിക്കുകയും ഭാനുപ്രിയയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഭാനുപ്രിയയുമായുള്ള പ്രണയം തൻ്റെ ടൈം പാസ് മാത്രമാണെന്നായിരുന്നു നടൻ്റെ മറുപടി. നടിയെ ഞെട്ടിക്കുന്നതായിരുന്നു അയാളുടെ വാക്കുകൾ. ഈ സംഭവത്തോടെ ഭാനു ആ നടനിൽ നിന്ന് അകലം പാലിക്കുകയും കരിയറുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.